കേരളം ഒരു നല്ല വ്യവസായ സൗഹൃദമായ ഒരു സ്ഥലമാണ് എന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും വീണ്ടും പറയാനും എനിക്ക് യാതൊരു മടിയുമില്ല. ഞാനധികം പരസ്യം ശ്രദ്ധിക്കാത്ത ഒരാളായിട്ട് എൻ്റെ ചിന്ത വേറെ ആരും പരസ്യം കൊണ്ട് ഇമ്പാക്റ്റഡ് ആകുന്നില്ല എന്നുള്ള എൻ്റെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഒരു സമയത്ത് 30-35 കോടി രൂപ കടമുണ്ടായിരുന്നു. പക്ഷേ നമുക്കെതിരെ ആരും കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഒന്നിന് ഭീഷണിപ്പെടുത്താനോ ഒന്നും മുതിരാതിരുന്നത്. ഈ കമ്പനി എത്ര ബുദ്ധിമുട്ടിക്കടെ പോയ സമയത്തും ഒരിക്കലും ഈ കമ്പനി അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ ക്വാളിറ്റിയിലും ഈ ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏക കമ്പനിയാണ് ഞങ്ങൾ. റെഡിമിക്സ് പോലത്തെ ഒരു പുതിയ സംരംഭം തുടങ്ങിയ ഒരാളാണ് ഞാൻ. ഇത് തുടങ്ങിയ ഒരാളാണ് ഞാൻ. ഇതൊക്കെ കേരളത്തിൽ തന്നെയാണ് തുടങ്ങിയത്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞാൻ ഒരിക്കലും ഇത് കേരളത്തിൻ്റെ പരാജയമാണെന്ന് പറഞ്ഞില്ല, അല്ല കേരളത്തിൽ ബിസിനസ് നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നില്ല. എൻ്റെ ബിസിനസ് മോഡലിൻ്റെ പ്രോബ്ലമാണ്. നമുക്ക് ആരംഭിക്കാം. OSൻ്റെ എപ്പിസോഡിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോൺക്രീറ്റ് റെഡിമിക്സ് എന്ന് പറയുന്ന ആശയവുമായി 2000-ൽ കടന്നു വന്ന നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന കമ്പനി. ആ കമ്പനിയുടെ സാരഥിയായിരുന്നു അലക്സ് തോമസ്. പിന്നീട് അദ്ദേഹം കേരളത്തിൽ സുലഭമായി വിളയുന്ന കർഷകരുടെ എന്നും സ്വപ്നവും എന്നാൽ അവർക്കൊരു ശാപവുമായി പലപ്പോഴും മാറാറുള്ള മരച്ചീനി, കപ്പ. ആ കപ്പയെ നമ്മുടെ മേശകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തീൻ മേശകളിലേക്ക് ഒരു സ്നാക്സ് ആയിട്ട് അല്ലെങ്കിൽ കുറിക്കാൻ തോന്നുമ്പോൾ കുറിക്കാൻ വേണ്ടി ഒരു ഭക്ഷണമായിട്ട് ലേസറോടൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു പ്രോഡക്റ്റായി കടത്തിക്കൊണ്ട് വരുവാൻ അദ്ദേഹം ശ്രമിച്ചു. വലിയൊരു കമ്പനി, അത് ടിയാര ഫുഡ്സ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളും അതിനെ അതിജീവിച്ച വഴികളും അറിയാൻ വേണ്ടി നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. വിജയവാടകൾ പരാജയത്തിൽ നിന്നും എന്ന സെഗ്മെൻറ്റിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ OSലേക്ക് സ്വാഗതം ചെയ്തു അലക്സ് തോമസ്. ബഹുമാനപ്പെട്ട സാർ, എനിക്കൊരു ചോദ്യം. സാർ ഒത്തിരി വിജയപരാജയങ്ങൾ കടന്നാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ തമ്മിലുള്ള അടുപ്പവും പരിചയവും വെച്ചുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നു തുടക്കമെന്നും എന്തായിരുന്നു ഒരു വീഴ്ചയെന്നും പറയാൻ പറ്റുന്ന രീതിയിലേക്ക് വരാൻ കഴിയുമോ സാർ? തുറന്നു പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും. കാരണം ഏതൊരു ബിസിനസ്സിലും വിജയം മാത്രമല്ല പരാജയം ഉണ്ടാകാം. അതും തീർച്ചയായിട്ടും നമ്മൾ പറയാനുള്ള ഒരു ഇതുണ്ടാകണം. കാരണം മറ്റുള്ളവർക്കും ഒരു പാഠമാണ്, നമുക്ക് തന്നെയും അതൊരു പാഠമാണ്. പലർക്കും അതില്ലാത്തതാണ്. അത് സാറിനുണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ആർജവത്വം. അല്ല, ആ പരാജയപ്പെട്ടു അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നെ സഹായിക്കണമെന്ന് പറയാനുള്ള എൻ്റെ ആ ഒരു മനസ്ഥിതിയാണ് എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തിരിച്ചു വരാനുള്ളൊരു അവസരമുണ്ടായത്. ധാരാളം ആൾക്കാരുടെ സഹായം മേടിക്കാനും ഈ ബിസിനസ്സിനെ വീണ്ടും ഒരു വിജയത്തിലേക്ക് കൊണ്ടുവരാനും തീർച്ചയായിട്ടും എന്നെ സഹായിച്ചത് ആ ഒരു മനസ്ഥിതി തന്നെയാണ്. ഏത് സമയത്താണ് സാർ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്? ഏത് പീരീഡിലാണ്? ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കൃഷിക്കാരനായിട്ടാണ് എൻ്റെ ജീവിതം തുടങ്ങിയത്. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഒരു ബാങ്കിലൊക്കെ ബാങ്ക് ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ഈ സംരംഭകത്വം അല്ലെങ്കിൽ ആന്ത്രപ്രണർഷിപ്പ് എന്നുള്ള വാക്കില്ല. അപ്പോൾ സ്വന്തമായിട്ട് തുടങ്ങുക എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യമായിട്ട് ഞങ്ങൾക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ആരും ബിസിനസ് ചെയ്തിട്ടില്ല പല തലമുറയായിട്ട്. പക്ഷേ കൃഷി മാത്രമാണ് നമുക്ക് ഈ ജോലി അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം. അപ്പം അങ്ങനെ ഒരു കാസർഗോഡ് ജില്ലയിൽ കുറച്ച് സ്ഥലം മേടിച്ച് റബ്ബർ വെച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു 2-3 വർഷം കഴിഞ്ഞാൽ അത്രയധികം സംരക്ഷണം വേണ്ട. അപ്പോൾ ആ ഒരു സമയത്താണ് ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു ആശയം വന്നത്. അപ്പോൾ എൻ്റെ ഒരു ബന്ധുവിന് സിമെൻറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പം സിമെൻറ്റ് ബിസിനസ് വലിയ റിസ്കി ബിസിനസ് അല്ല എന്ന് എൻ്റെ പിതാവിനെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് അദ്ദേഹം അനുവാദം തന്നത്. അങ്ങനെയാണ് സിമെൻറ്റ് ബിസിനസ് തുടങ്ങിയത്. പക്ഷേ സിമെൻറ്റ് ബിസിനസ് ഞങ്ങൾ അത് പാലായിലോ കാസർഗോഡോ? പാലായിൽ. പക്ഷേ എൻ്റെ സഹോദരനും കൂട്ടത്തിലുണ്ടായിരുന്നു. സിമെൻറ്റ് ബിസിനസ് ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മളവിടെ സിമെൻറ്റുമായിട്ട് ഇരുന്ന് ആരും വന്ന് മേടിക്കാൻ വരികയല്ല. ആ ഒരു ഇതിൽ നിന്നാണ് ഇന്ന് സിമെൻറ്റ് ക്യാൻവാസിംഗ് ഒക്കെ വളരെ കോമൺ ആണ്. ഇത് 40 കൊല്ലം മുമ്പാണ്. ക്യാൻവാസിംഗ് ഒന്നും കോമൺ അല്ലാത്ത ഒരു പീരീഡിൽ ഞങ്ങൾ പല സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഞങ്ങളിങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇന്ന് ഈ പ്രോഡക്റ്റ് മേടിക്കണം അല്ലെങ്കിൽ ഞങ്ങളൊരു സർവീസ് ഓഫർ ചെയ്ത് ഈ പ്രോഡക്റ്റ് അവിടെ എത്തിച്ചു തരാം എന്നുള്ളത് ആ ഒരു രീതിയാണ് ഞങ്ങൾക്ക് ആ ബിസിനസ്സിലൊരു വിജയം ഉണ്ടാകാൻ ഞങ്ങളെ സഹായിച്ചത്. ഏത് കമ്പനിയുടെ സിമെൻറ്റ് അന്ന് ഡീൽ ചെയ്ത്? ഞങ്ങൾ തുടങ്ങിയത് സിമെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളൊരു കമ്പനിയായിരുന്നു. ആരും കേട്ടിട്ടില്ലാത്തൊരു കമ്പനിയാണ്. പക്ഷേ അതിനുശേഷം രാംകോ അതുപോലെ L&T തുടങ്ങിയ കമ്പനികളുടെ ഡീലർഷിപ്പ് കിട്ടി. L&T സിമെൻറ്റാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബ്രേക്ക് ത്രൂ ആയത്. കാരണം L&T വളരെ പ്രൊഫഷണലായിട്ട് ഉള്ളൊരു കമ്പനിയാണ്. L&Tയിലെ സെയിൽസ് ഓഫീസർമാരൊക്കെ എപ്പോഴും നമുക്ക് ചേർന്ന് പോകാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഇതാണ് ഞങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിലേക്ക് അതിലെ വളരാനൊരു അവസരമുണ്ടായത്. അതിനുശേഷം
ആ കമ്പനിയുടെ C&F ഏജൻസി കോട്ടയം, തിരുവല്ല 2 ഡിപ്പോ നമുക്ക് കിട്ടി. അത് വലിയൊരു ബ്രേക്ക് ത്രൂ ആണ്. സാധാരണ ഇത്തരം C&F ഏജൻസിയൊക്കെ എറണാകുളത്തൊക്കെയുള്ള വലിയ ബിസിനസ്സുകാർക്കാണ് കിട്ടുന്നത്. L&T ആയതുകൊണ്ടാണ് ഞങ്ങളുടെ ആ ഒരു താല്പര്യവും ഈ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിലുള്ള ഞങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ ഞങ്ങൾ അതിനെടുക്കുന്ന എഫർട്ടും ഒക്കെ അവർ കണ്ടതുകൊണ്ടാണ് നമുക്ക് ഈ C&F ഏജൻസി തന്നത്. പിന്നെ എങ്ങനെയാണ് നെപ്റ്റ്യൂണിലേക്ക് വരുന്നത്? അപ്പം ഈ C&F ഏജൻസി നല്ല രീതിയിൽ പോയപ്പം എൻ്റെ ചിന്ത ഇനി അടുത്തത് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങണം എന്നുള്ള എൻ്റെ എല്ലാ കാലത്തെയും ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും ഇന്ത്യ ടുഡേ ഒക്കെ പോലെ അല്ല ബിസിനസ് ടുഡേ ഒക്കെ പോലത്തെ മാസിക വായിക്കുമ്പോൾ വലിയ ബിസിനസ് ഇൻഡസ്ട്രിയലിസ്റ്റിനെ കുറിച്ചൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ അതെനിക്കൊരു പ്രചോദനമായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഈ കൺസ്ട്രക്ഷൻ്റെ ഇനി അടുത്തത് എന്ത്. അപ്പോഴാണ് നമ്മൾ കണ്ടത് മറ്റ് പല രാജ്യങ്ങളിലും അല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും റെഡി മിക്സ് കോൺക്രീറ്റ് ഉണ്ട്. കേരളത്തിൽ ആരും അത് തുടങ്ങിയിട്ടില്ല. പലരും ശ്രമിച്ചെങ്കിലും ആലോചിച്ചെങ്കിലും ആർക്കും എല്ലാവരും കേരളത്തിലെ തൊഴിലാളി പ്രശ്നമോ അല്ല ചുമട്ടൊഴിലാളികളെയൊക്കെ ഭയപ്പെട്ടിട്ടാണ് ആരും തുടങ്ങാതിരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റെയിൽവേ ഗുഡ് ഷെഡിലെയും ഗോഡൗണുകളിലേക്ക് ചുമട്ടൊഴിലാളികളുമായിട്ട് ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. പഴയൊരു കാലത്തെ പോലെ നഷ്ടപ്പെടാൻ വിലങ്ങുകൾ മാത്രം എന്നുള്ളൊരു ചിന്തയല്ല. അവർക്കും സൊസൈറ്റിയിൽ ഒരു സ്റ്റേക്കുണ്ട്. കാരണം അവരുടെയൊക്കെ മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ അവരുടെയൊക്കെ ബൈക്കുണ്ട്. അന്ന് ഞാൻ 20 കൊല്ലം മുമ്പിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം അവർക്കും ഈ സമൂഹത്തിലൊരു സ്ഥാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഴയതുപോലെ എന്തും ചെയ്യാൻ അവരങ്ങനെ ഒരു നിലപാട് എടുക്കുകയില്ല എന്നുള്ളൊരു കോൺഫിഡൻസിൽ നിന്നാണ് നമ്മളത് ആരോട് സംസാരിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ല ഇത് തുടങ്ങിയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഇതിനകത്ത് കൂടാമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു സഹോദരനും ഇതിനകത്ത് കൂടി. അങ്ങനെയാണ് നമുക്കിത് എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് സാർ അല്ലേ? പിന്നെ എന്താണ് ഈ കമ്പനിയിൽ നിന്ന് മാറാൻ, ഈ കമ്പനി വിട്ട് ഈ പുതിയ കമ്പനിയിലേക്ക് വരുന്ന സാഹചര്യം എങ്ങനെയായിരുന്നു? അല്ല, ഈ റെഡി മിക്സ് കോൺക്രീറ്റ് തീർച്ചയായിട്ടും നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങളൊരു ചെറിയ കമ്പനി ആയിരുന്നെങ്കിലും ഇന്ത്യയിലെ ഒരു അറിയപ്പെടുന്ന കമ്പനിയായിട്ട് നമുക്കിതിനെ വളർത്താൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്ക് വളർത്താൻ പറ്റി. മറ്റ് പല കമ്പനികളിലും ഇല്ലാത്ത ERP അല്ലെങ്കിൽ അതുപോലെയുള്ള പല സിസ്റ്റംസൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പോഴാണ് ഒരു നാഷണൽ ഓയിൽ കമ്പനി ഞങ്ങളുടെ കമ്പനിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അതൊരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് ഓൺ ചെയ്യുന്ന RDC കോൺക്രീറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഞങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് അവർ വന്ന് നമുക്കൊരു ഓഫർ തന്നു. അവർ 49% ഷെയറാണ് ചോദിച്ചത് ഈ കമ്പനി. പക്ഷേ ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് തോന്നി ഇത് ഈ കമ്പനിയുടെ മുഴുവൻ ഷെയർ ആ കമ്പനിക്ക് കൊടുത്തിട്ട് അവിടെ ഒരു 5% ഷെയർ നമുക്ക് കിട്ടിയാൽ അതിനാണ് കൂടുതൽ വാല്യൂ എന്ന് തോന്നി. തന്നെയല്ല ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും എല്ലാവരും ഒരു ചെറിയ കമ്പനിയുടെ പാർട്ടിൽ നിന്ന് പെട്ടെന്നൊരു വലിയ കമ്പനിയുടെ പാർട്ടായി മാറാനുള്ളൊരു അവസരമുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആയിരുന്നു. TRF ഫുഡ്സ് ഈ ആശയം എവിടെ നിന്നാണ് സാറിനുണ്ടാകുന്നത്? അപ്പം ഞാൻ ഈ റെഡി മിക്സ് കോൺക്രീറ്റ് കമ്പനി ഇവർ അക്വയർ ചെയ്തതിന് ശേഷം അവർ എന്നെ ഒരു പ്രൊഫഷണലായിട്ട് അവിടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ എന്നെ ക്ഷണിച്ചു. അപ്പം അങ്ങനെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തു. അതുപോലെ ഞങ്ങളെ അക്വയർ ചെയ്ത കമ്പനിയുടെ സൗത്ത് ഇന്ത്യൻ ഓപ്പറേഷൻസിൻ്റെയും കുറച്ച് റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നു. അപ്പോൾ അതൊരു നല്ലൊരു ഓഫറായിരുന്നു. എനിക്ക് നല്ലൊരു സാലറിയും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നടന്നപ്പോഴും എന്നോട് പല ആൾക്കാരും പറഞ്ഞു, അലക്സ് ഒരു സംരംഭകനാണ്, നിങ്ങൾക്ക് പലതും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു പ്രൊഫഷണലിന് ചെയ്യാവുന്നൊരു ലിമിറ്റുണ്ട്. അപ്പം അങ്ങനെ പലരും എന്നെ അഡ്വൈസ് ചെയ്തു. എനിക്കും തോന്നി നമുക്ക് ഇപ്പോൾ ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു കമ്പനി വേറൊരു കമ്പനി അക്വയർ ചെയ്തു, അപ്പം നല്ല ആശയങ്ങളുണ്ടെങ്കിൽ അതിന് ഫണ്ടിങ് ഒക്കെ കിട്ടാൻ പറ്റും എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ പല ആശയങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് കപ്പയും ഏത്തക്കായും ചിപ്സ് ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആക്കാൻ പറ്റും എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നത്. അപ്പം ഇങ്ങനെ ഒരു ആശയം ഉണ്ടായപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. അതിൽ നിന്നാണ് നമ്മുടെ ഇതിൻ്റെ മെഷീനറി, ഇങ്ങനെ ഓസ്ട്രേലിയയിലുള്ളൊരു കമ്പനി ഈ ബനാന ചിപ്സും കസാവ ചിപ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെഷീനറി ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ആ ഒരു തിരിച്ചറിവിൽ നിന്ന് നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്തു. അപ്പം നിലവിൽ അന്നേരം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്തരം പ്രോഡക്റ്റുകൾ ഇതുപോലത്തെ മെഷീനറി വെച്ച് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു? ഇതുപോലത്തെ മെഷീനറി വെച്ച് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ടല്ലേ, മറ്റു ലേസ് പോലത്തെ കമ്പനികൾ അല്ലെ ബാലാജി പോലത്തെ കമ്പനികൾ ഉണ്ടായിരുന്നു. അത്തരം ഒരു പ്രോഡക്റ്റ് തന്നെയാണോ സാർ അന്ന് ഭാവന ചെയ്തിരുന്നത്? അതെ, തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിഞ്ഞൊരു കാര്യം, കപ്പ കൊണ്ട് തന്നെ ലേസൊക്കെ പോലെ പൊട്ടറ്റോ ചിപ്സ് പോലെ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, അതിന് നല്ലൊരു കൺസ്യൂമർ അക്സെപ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമുക്കന്ന് തിരിച്ചറിയാൻ പറ്റി. ഓക്കെ, പിന്നെ അതെങ്ങനെയാണ് മുന്നോട്ട് വന്നത്? അപ്പം ആ കമ്പനിയായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്തു. ആ കമ്പനി നമുക്ക് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് തന്നു. അതോടൊപ്പം അവർ നമ്മളെ അമേരിക്കയിലുള്ള ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇതിന് സ്നാക്ക് ഫുഡിൻ്റെ ഒരു കോഴ്സുണ്ട്, അതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ അവർ തന്നു. അങ്ങനെ നമ്മൾ ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു. നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലെങ്കിലും എങ്ങനെയാണ് സ്നാക്ക് ഫുഡിൻ്റെ ഒരു വേൾഡ് ഓവർ എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലായി. അതിൻ്റെ പാർട്ടായിട്ട് അമേരിക്കയിൽ തന്നെയുള്ള കുറച്ച് പൊട്ടറ്റോ ചിപ്സിൻ്റെയൊക്കെ ഫാക്ടറികൾ കാണാൻ പറ്റി. അല്ല, ലാറ്റിൻ അമേരിക്കയിലെ കൊളംബിയയിൽ പോയി ഇതുപോലെ തന്നെ ബനാന ചിപ്സ് ഉണ്ടാക്കുന്നൊരു ഫാക്ടറി കാണാൻ പറ്റി.
വീണ്ടും തിരിച്ച് ഞാനിവിടെ വന്നതിന് ശേഷവും നമ്മൾ ഈ ഒരു ലൈനിലെ ഫുഡ് ഇൻഡസ്ട്രിയിലെ വലിയ കമ്പനികളായ പെപ്സിക്കോ, ITC, അതുപോലെ പാർലെ, ഇങ്ങനെയുള്ള പല കമ്പനികളിലെയും പല കോൺടാക്ട്സ് ഉപയോഗിച്ച് ഇവരെയൊക്കെ നമ്മൾ കണ്ടു. അവരിൽ നിന്നൊക്കെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എങ്കിലും ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് പറയാം, ഇവിടെ ഒത്തിരി 2 കൊല്ലം ധാരാളം പഠിച്ചു. എങ്കിലും നമ്മൾ തുടങ്ങിയപ്പം, നമ്മളിതിലേക്ക് ഇറങ്ങിയപ്പം ഈ പഠിച്ചതൊന്നും പോരായിരുന്നു എന്ന് തിരിച്ചറിയാനും കൂടെയുള്ള ഒരു അവസരം പിന്നെ ഉണ്ടായി. അപ്പോൾ ഇതിനകത്ത് ടെക്നോളജി ആക്ച്വലി ഇത് ഇന്ത്യൻ, നമ്മുടെ ഫോറിൻ ടെക്നോളജി ഏത് രാജ്യത്തെയാണ്? അല്ല, ശരിക്കും ഈ മെഷീനറി ഓസ്ട്രേലിയയിൽ നിന്നും, നമ്മുടെ മെയിൻ ഫ്രയർ ഓസ്ട്രേലിയയിൽ നിന്നും, പാക്കേജിംഗ് മെഷീൻ ജപ്പാനിൽ നിന്നും, സ്ലൈസർ USA-യിൽ നിന്നുമാണ്. ഒരു ഇന്റർനാഷണൽ പ്രോഡക്റ്റ് ആയിരുന്നു ആക്ച്വലി പറയുകയാണെങ്കിൽ. എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തിൻ്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. തീർച്ചയായിട്ടും. തന്നെയല്ല, ഇന്ത്യയിൽ ഈ മെഷീനറിക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിരുന്നത് ഈ പൊട്ടറ്റോ ചിപ്സ് ആണ് ഈ മെഷീനറിക്ക് ഉപയോഗിച്ച് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ എടുത്തിരുന്നത്. ഇത് കപ്പയും ഏത്തക്കായുടെയും പ്രൊഡക്ട്സ് എടുക്കുന്നതിലേക്ക് വേണ്ട ഒരു മാറ്റം, അതൊരു ട്രയൽ ആൻഡ് എറർ വഴിയാണ്. പക്ഷേ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ധാരാളം പേരുണ്ടായിരുന്നു. അവർ നമ്മളെ സഹായിച്ചത് വഴിയാണ് നമുക്കത് എത്താൻ പറ്റിയത്. ഈ കപ്പ സെലക്ട് ചെയ്യാൻ കാരണം കപ്പ സുലഭമായി കിട്ടുന്നത് കൊണ്ടാണോ, അതോ കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നതുകൊണ്ടാണോ? എന്തായിരുന്നു സാർ സെലക്ട് ചെയ്തത്? അത് ശരിക്കും ഞങ്ങൾ ഒറിജിനലി ഐഡിയ ബനാന ചിപ്സ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ നമ്മളിതിൻ്റെ ഒരു പഠനം മുമ്പോട്ട് പോയപ്പോൾ മനസ്സിലായി കപ്പ വെച്ചുള്ള ചിപ്സ് നമ്മുടെ ലേസ് പോലെ തന്നെയുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ മാർക്കറ്റിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ, കാരണം ബനാന ചിപ്സിനൊരു നല്ല അക്സെപ്റ്റൻസ് മാർക്കറ്റിലുണ്ട്. പക്ഷേ എല്ലാവരും പരിചയമുള്ള എന്താണ്, നമ്മുടെ സാധാരണ രീതിയിലുണ്ടാക്കിയ പ്ലാസ്റ്റിക് ഇതിലൊക്കെയുള്ള ഇതാണ്. പക്ഷേ ലേസൊക്കെ പോലെ തന്നെ അതേ ഫോർമാറ്റിൽ, അതേപോലത്തെ ഒരു പാക്കറ്റിൽ കപ്പ ഇറക്കാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ കപ്പയിൽ ശ്രദ്ധിച്ചത്. തന്നെയല്ല, ഞങ്ങൾ ഫാക്ടറി ഇടാൻ തീരുമാനിച്ചത് അടൂരുള്ള കിൻഫ്ര പാർക്കിലാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് കപ്പ ധാരാളമായിട്ട് ഉണ്ടായിരുന്നതാനും. ആക്ച്വലി ഇത് തുടങ്ങി, എന്നിട്ട് പിന്നെ എന്താണ് അതിന് സംഭവിച്ചത്? മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നത് എന്താണ് സാർ? അത് ഈ പറഞ്ഞ പോലെ കപ്പ തീർച്ചയായിട്ടും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. കപ്പ സുലഭമായിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ ഞങ്ങളുടെ അന്നത്തെ ബിസിനസ് മോഡലാണ് നമുക്ക് ഒരു നഷ്ടത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ കാരണം. എന്താണ് ആ മോഡലിൻ്റെ കുഴപ്പം? ഞങ്ങൾ വിറ്റിരുന്ന 5 രൂപ പൗച്ചാണ്. പക്ഷേ ആ സമയത്ത് നമുക്കതല്ലാതെ വേറൊരു മോഡൽ എടുക്കാൻ എളുപ്പമല്ലായിരുന്നു. കാരണം ലേസൊക്കെ എല്ലാം 5 രൂപയുടെ പാക്കറ്റിലാണ് വിൽക്കുന്നത്. അപ്പോൾ ഒരു 5 രൂപ പാക്കറ്റ് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ എളുപ്പമല്ല. പക്ഷേ അപ്പം ഞങ്ങളുടെ ചിന്ത പ്രൊഡക്ഷൻ കൂടി വരുമ്പോൾ ലാഭം ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് DSG കൺസ്യൂമർ പാർട്ണർ എന്ന് പറഞ്ഞൊരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിനെ 2014 ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒക്കെ അവരെ പ്രേരിപ്പിച്ചത്. പക്ഷേ അന്നത്തെ എൻ്റെ ചിന്ത, നമ്മളൊരു ബ്രാൻഡ് ഉണ്ടാക്കാനാണ് പുറപ്പെട്ടത്. അപ്പോൾ ഒരു ബ്രാൻഡുമായിട്ട് തന്നെ വേണം മുൻപോട്ട് പോകാൻ. അപ്പോൾ കപ്പയ്ക്ക് ഞങ്ങൾ ക്യാപ്പോ എന്നുള്ളൊരു ബ്രാൻഡും ബനാനയ്ക്ക് ബനാനോ എന്നുള്ളൊരു ബ്രാൻഡിലുമാണ് ഞങ്ങൾ പ്രൊഡക്ട്സ് ഇറക്കിയിരുന്നത്. അല്ല, ആക്ച്വലി ഈ പറഞ്ഞ ഈ മോഡം, അതായത് ഈ 5 ഗ്രാമിൻ്റെ 5 രൂപ പാക്കറ്റ് ഇറക്കിയത് മാത്രമാണോ? വേറെ കാരണങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലരും പറയാം, ഇപ്പോൾ ഒന്ന് നമ്മൾ വലിയൊരു മാർക്കറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് വലിയൊരു നെറ്റ്വർക്ക് തുടങ്ങുന്നു. ആ നെറ്റ്വർക്കിന് അനുസൃതമായിട്ട് ആ പ്രോഡക്റ്റ് അത്രയും വലിയ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നില്ല. അതായത് പ്രൊഡക്ഷനും വിപണിയും തമ്മിലുണ്ടാകുന്ന അന്തരം ഒരു പരിധി വരെ നമ്മുടെ പരാജയങ്ങൾക്ക് കാരണമാകാറുണ്ട്. 2, നമ്മുടെ എക്സ്പെൻഡിച്ചറും ഇൻകവും തമ്മിൽ ബാലൻസ് ചെയ്യാതെ വരുമ്പോഴും നഷ്ടം സംഭവിക്കാറുണ്ട്. 3, നമ്മുടെ റോ മെറ്റീരിയൽ അവൈലബിലിറ്റിയെ പ്രശ്നമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഘടകങ്ങൾ സാറിന് എവിടെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, നമുക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻകവും എക്സ്പെൻഡിച്ചറും മീറ്റ് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ബിസിനസ് മോഡലിൻ്റെ ഒരു പരാജയമാണ്. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിനുണ്ടായിരുന്നു. രണ്ടാമത് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് കിട്ടി. വേറെ പല ആൾക്കാരും നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളൊക്കെ സഹായിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബിസിനസ് മോഡൽ അതുപോലെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ഏരിയയിൽ ഇത് കാരണം ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ഫെസിലിറ്റിയാണ്. അപ്പം നമുക്കിതൊരു ജില്ലയിലോ അല്ലെ 2 ജില്ലയിലോ മാത്രമായിട്ട് സെയിൽസ് നിർത്താൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഈ കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങോ കോപ്പാക്കിംഗ് പോലെയുള്ള ആശയങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും പ്രൊഡക്ഷൻ എടുത്തിട്ട് കേരളത്തിന് പുറത്ത് തമിഴ്നാടിനെയും കർണാടകത്തിനെയും കുറേ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ നഷ്ടം സഹിച്ചാണെങ്കിലും വിൽപ്പന മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അതുപോലെ പക്ഷേ നമുക്കുണ്ടായ വേറൊരു പരാജയം, അല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്യാമായിരുന്ന ഒരു കാര്യം, നമുക്ക് ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് കിട്ടിയപ്പോൾ അവർ കൂടുതൽ ഫണ്ട് തരാൻ തയ്യാറായിരുന്നു. അത് ഞാൻ മേടിച്ചില്ല. രണ്ടാമത്തേത്, ഈ ഫണ്ട് തീരുന്നതിന് മുമ്പ്, താങ്കൾക്കറിയാം, താങ്കളാണ് ഇതിൻ്റെ പരസ്യം ചെയ്ത് നമ്മൾ ഒറ്റ മാസം കൊണ്ട് തന്നെ സെയിൽ ഇരട്ടിയായതൊക്കെ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പം ആ ഫണ്ട് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീണ്ടും അടുത്ത ഫണ്ട് എടുത്ത് നമ്മൾ ഇതുപോലെ സെയിൽസ് പ്രൊമോഷൻ അല്ലെ പരസ്യമൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് വന്ന വേറൊരു പരാജയം, ഞാനധികം പരസ്യം ശ്രദ്ധിക്കാത്ത ഒരാളായിട്ട് എൻ്റെ ചിന്ത വേറെ ആരും പരസ്യം കൊണ്ട് ഇമ്പാക്റ്റഡ് ആകുന്നില്ല എന്നുള്ള എൻ്റെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. താങ്കൾക്കറിയാം, നമ്മൾ പരസ്യം ചെയ്തപ്പോഴാണ് തീർച്ചയായിട്ടും
പരസ്യത്തിന് ഇത്ര പ്രാധാന്യം ഉണ്ട് എന്ന്. പക്ഷേ നമ്മൾ ചെയ്തൊരു നല്ല പരസ്യമാണ്, താങ്കൾ നല്ലൊരു ഐഡിയ ആയിട്ടാണ് വന്നത്, നമുക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടായി. എങ്കിലും പരസ്യത്തിന് കൺസ്യൂമേഴ്സിനെ സ്വാധീനിക്കാൻ പറ്റും എന്ന് ഞാൻ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് പല ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു പരസ്യം ചെയ്തപ്പോഴാണ്. അതും എൻ്റെ ഒരു കുഴപ്പമാണെന്ന് ഞാൻ പറയും. എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അപ്പം നമുക്കുണ്ടായ വലിയൊരു ഗുണം ഇതുപോലത്തെ നല്ലൊരു പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പ്രോബ്ലത്തിലൊക്കെ ഉണ്ടായ സമയത്തും പല കമ്പനികളും നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നു. അതും എൻ്റെ ഒരു തെറ്റാണെന്ന് ഞാൻ പറയാം. നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് ഒരു മാർക്കറ്റ് ഇല്ലാതെ വന്ന ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന എന്താണ്, ഈ ഇത്തരം പ്രോഡക്ട്സ് വേണം മാർക്കറ്റിൽ വിൽക്കാൻ കഴിവുള്ള മറ്റ് പല കമ്പനികളും ഉണ്ട്, അവരെ അന്വേഷിച്ച് ചെല്ലേണ്ടതായിരുന്നു. പക്ഷെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് വന്നൊരു പ്രശ്നം മാഗിയാണ്. താങ്കൾ ഓർക്കുന്ന പോലെ 2015 മാഗി നിരോധനം ഉണ്ടായി. പക്ഷേ നമ്മുടെ പ്രോഡക്റ്റ് മാഗിയായിട്ട് അതിന് ബന്ധമില്ലെങ്കിലും ഒരു മാഗി നിരോധിച്ചപ്പം ഇത്തരം എല്ലാ പ്രോഡക്ട്സിനും എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള ചിന്ത കൺസ്യൂമേഴ്സിനും അല്ലെ റീറ്റെയിലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും എല്ലാം ഉണ്ടായി. ഒരു 4-5 മാസം നമുക്കൊരു സെയിലും ഉണ്ടായില്ല. ആ സമയത്ത് നമുക്കുണ്ടായെന്ന് വെച്ചാൽ മാർക്കറ്റിൽ പോയ പ്രോഡക്ട്സ് തിരിച്ചെടുക്കേണ്ടി വന്നു. നമ്മുടെ ക്യാഷ് ഫ്ലോ ഓൾറെഡി തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫണ്ടൊക്കെ ഒന്ന് തീർന്നിരിക്കുന്ന സമയമായിരുന്നു. അപ്പം നമുക്ക് സെയിൽസ് ടീമിനൊന്നും കൃത്യമായിട്ട് സാലറി കൊടുക്കാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ അവർ പലരും പോയി. അപ്പം നമ്മുടെ ആ ഒരു സെല്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു. പക്ഷേ നമുക്കുണ്ടായൊരു ഭാഗ്യം ആ ഒരു സമയത്താണ് കെല്ലോഗ്സ് പോലെ ഒരു കമ്പനി ബനാന ചിപ്സ് മേടിക്കാൻ വേണ്ടി നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അവർക്ക് ഒരു ബ്രാൻഡാണ്, പ്രോഡക്റ്റായിട്ട് വിൽക്കാനല്ല, അവരുടെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു വലിയൊരു വഴിത്തിരിവായിരുന്നു കെല്ലോഗ്സ് പോലെ ഒരു കമ്പനി വന്നത്. അതിനുശേഷം പല കമ്പനികൾ വന്നു, പേപ്പർ ബോട്ട് വന്നു, ചായ് പോയിൻ്റ് വന്നു, ബിഗ് ബാസ്ക്കറ്റ് വന്നു, അതിനിടയ്ക്ക് പ്ലിങ് എന്ന് പറഞ്ഞൊരു കമ്പനി വന്നു. പക്ഷേ നമുക്ക് ഏറ്റവും നമുക്കൊരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയത് ബിയോണ്ട് സ്നാക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി ഇവിടെ വന്നതാണ്. അതെവിടെയുള്ള കമ്പനിയാണ്? ബിയോണ്ട് സ്നാക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാവേലിക്കരയാണ് അവർ സ്റ്റാർട്ട് ചെയ്ത്. അദ്ദേഹം ഇവിടെ എൻ്റെ അടുത്തൊരു മെൻറ്റർഷിപ്പിന് വേണ്ടി വന്ന, അതിൻ്റെ കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ വന്നത് അദ്ദേഹം ഒരു ചിപ്സ് ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയിരിക്കും. അത് തീർച്ചയായിട്ടും ആണോ? അത് നിങ്ങളാണ് അപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നത്? നമ്മളാണത് മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ചിലപ്പം പറഞ്ഞിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു ബന്ധമായിരുന്നു. അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു മെൻറ്റർഷിപ്പിന് വേണ്ടി വന്നതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ആദ്യം ചക്കയുടെ ചില പ്രോഡക്ട്സ് നോക്കി, ചക്കയുടെ ചിപ്സ് നോക്കി, അതൊന്നും ശരിയായില്ല. അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ഞങ്ങളുടെ ബനാന ചിപ്സ് അതിന് നല്ലൊരു പൊട്ടൻഷ്യലുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ തിരിച്ചറിയാത്ത ഒരു കാര്യം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റി. ബനാന ചിപ്സിൻ്റെ ഒരു ഒരു പൊട്ടൻഷ്യൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുമാത്രമല്ല, മാർക്കറ്റിങ്ങിൻ്റെ ആ സമയത്താണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന സമയത്ത് നമ്മുടെ സ്നാക്ക് ഫുഡിന് നല്ലൊരു ഡിമാൻഡ് ഉണ്ടായി. അതോടൊപ്പം തന്നെ നമ്മുടെ ഇ-കൊമേഴ്സ് ഡെവലപ്പ് ചെയ്തു വന്നു. ഈ സാധ്യതകളെല്ലാം ബിയോണ്ട് സ്നാക്ക്. ഈ പ്രോഡക്റ്റ് ഒക്കെ ഏത് സൈസ് പാക്കറ്റിൽ ഇറങ്ങുന്നത്? എത്ര തൂക്കത്തിലാണ്? അതൊക്കെ ഏകദേശം ഒരു 100 ഗ്രാമിലാണ് അദ്ദേഹം അത് ലോഞ്ച് ചെയ്തത്. അപ്പോഴത്തേക്ക് മാർക്കറ്റ് കുറച്ചുകൂടെ മാറി. തന്നെയല്ല, ഇ-കൊമേഴ്സ് ഒക്കെ വന്നപ്പം ഈ 5 രൂപ മാറി കുറച്ചുകൂടെ വലിയ പാക്കറ്റ് വന്നു. കാലത്തിന് വന്ന മാറ്റമാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് പ്രയോജനപ്പെടുത്താൻ പറ്റി. ഇപ്പം നമ്മുടെ ഈ പ്രോഡക്റ്റ് എത്ര നാൾ വരെ ഷെൽഫ് ലൈഫ് ഉണ്ട്? ഇപ്പം നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ 6 മാസവും, ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 വർഷവും കൊടുക്കും. കാരണം പുറത്താകുമ്പം കാലാവസ്ഥ എല്ലാം എയർ കണ്ടീഷൻഡ് സൂപ്പർ മാർക്കറ്റുകളിൽ മാത്രമേ വിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ ഷെൽഫ് ലൈഫ് കൊടുക്കാൻ. എത്ര ഫ്ലേവർ ഇറക്കുന്നുണ്ട്? ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളിപ്പം ഞങ്ങളുടെ ബ്രാൻഡ്, ഞങ്ങൾ ഈ കോവിഡ് വന്ന സമയത്ത് നമ്മുടെ കാപ്പോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഞങ്ങൾ ഹോൾഡ് ചെയ്തു. ഞങ്ങൾ കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിൽ ഫോക്കസ് ചെയ്തു. കാരണം ഈ ഒരു സമയത്ത് പല കമ്പനികളും ഞങ്ങളെ അപ്രോച്ച് ചെയ്തു. റിലയൻസ് വന്നു, ഫ്ലിപ്കാർട്ട് വന്നു, അതിനുശേഷം അടയാർ ആനന്ദഭവൻ, ടേസ്റ്റി നിബിൾസ്, അതിനുശേഷം ഇപ്പം ടാറ്റ ട്രെൻഡ് ഹൈപ്പർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ വിപ്രോ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ITC ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബിങ്കോ ബ്രാൻഡിൻ്റെ ഓണറാണ്. അതുപോലെ യുണീബിക് ബിസ്ക്കറ്റ്. കാരണം അതോടൊപ്പം തന്നെ ഞാൻ പലർക്കും അറിയാവുമെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ വലിയൊരു സഹായം ഞങ്ങൾ ഈ പിടിച്ചു നിൽക്കാൻ നമുക്ക് ഏറ്റവും വലിയൊരു സഹായമായി. എന്തുതരം സഹായമായിരുന്നു കിട്ടിയിരുന്നത്? സർക്കാരിൻ്റെ സഹായം കിട്ടുന്നില്ല എന്നാണ് വ്യാപകമായ പരാതി വരുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ സഹായം കിട്ടുമെന്ന് പറയുന്നൊരു പുതിയ അറിവാണ്. എന്താണ് സഹായം? ഞങ്ങളുടെ ടേം ലോൺ KSIDC എന്നായിരുന്നു. KSIDCയെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി. അത് മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ, അതായത് ഇതൊരു നല്ല കമ്പനിയാണ്, ഇതിന് പിടിച്ചു നിൽക്കാനുള്ള ഒരു പൊട്ടൻഷ്യലുണ്ട്, ഞങ്ങൾക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ കുറച്ച് സാവകാശം കിട്ടിയാൽ മതിയെന്ന് നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റി. സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിലാവുന്ന കമ്പനി റവന്യൂ റിക്കവറി, ലിക്വിഡേഷൻ, അതുവഴി കമ്പനി നശിക്കും, ആ തൊഴിലവസരങ്ങൾ നശിക്കും. പക്ഷേ നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റി. അതിന് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നമുക്കൊരു സഹായം ആവശ്യമുണ്ട്, എന്നെ സഹായിക്കണമെന്ന് പറയാനുള്ള ഒരു മൈൻഡ്. തീർച്ചയായിട്ടും അതാണ് ഞങ്ങളെ സഹായിച്ചത്. നമ്മളെ സഹായം ചോദിക്കാത്ത ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഭാഗ്യവശാൽ ഇതുപോലത്തെ ഒരു ഫാക്ടറിയാണ് നമ്മുടെ നേരത്തെ കൃഷി വകുപ്പ് മന്ത്രി സുനിൽകുമാർ, അദ്ദേഹം ഇങ്ങനെ ഒരു ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം
അദ്ദേഹം എന്നെ വിളിച്ച് പരിചയപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയെ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായ പല IAS ഓഫീസർമാരുണ്ടായിരുന്നു. അപ്പോൾ അവരും ഒക്കെ നമ്മളെ സഹായിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്ത ഒരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നൊരു നിയമമുണ്ട്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയും. അത് ബുദ്ധിമുട്ടിലുള്ള കമ്പനികൾ പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി, നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നൊരു നിയമമാണ്. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. അപ്പം ഞങ്ങളവിടെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അങ്ങനെയാണ് അവർ നമുക്കിതിനൊരു റീസ്ട്രക്ചറിങ്, അതോടൊപ്പം KSIDC ഈ റീസ്ട്രക്ചറിങ്ങിന് നമുക്ക് ലോണിൻ്റെ എമൗണ്ട് കുറച്ച് തന്നു. കാരണം KSIDCക്കും ബോധ്യപ്പെട്ട് ഈ കമ്പനിക്കൊരു പൊട്ടൻഷ്യലുണ്ട്, ഇതിനെ സഹായിച്ചാൽ അത് കേരളത്തിനും അല്ല സമൂഹത്തിനും പ്രയോജനമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം 150ഓളം പേര് ഈ കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ 90% പേരും ഈ ചുറ്റുപാടിൽ നിന്നുള്ളവരാണ്. നമ്മൾ നിലനിന്നതിൻ്റെ ഒരു കാര്യം നമ്മുടെ ഈ ചുറ്റുപാടുള്ള സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണയാണ്. അതുപോലെ എൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടിയ പിന്തുണയാണ്. ഇവിടെ സാലറിയൊക്കെ 4-5 മാസം ഡിലേ ആയിരുന്നപ്പോൾ പോലും ഇവരൊക്കെ ഇവിടെ ഒന്ന് ജോലി ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ കമ്പനി എത്ര ബുദ്ധിമുട്ടിക്കടെ പോയ സമയത്തും ഒരിക്കലും ഈ കമ്പനി അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പം 3 ഷിഫ്റ്റുള്ള രീതിയിലേക്ക് കമ്പനി വളർന്നു വന്നു, നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു ഉറപ്പുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഈ കമ്പനിയിൽ ഇത്രയും നാൾ സാറിനൊപ്പം കമ്പനി പിടിച്ച് നിന്നത്. അതോടൊപ്പം വന്ന കുറേ വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം ഇവിടുന്ന് പഠിച്ചിട്ട് ഗൾഫിലോട്ട് ഓരോ വേക്കൻസികളിലേക്ക് പോയി. എന്നാൽ അവർ തന്നെ ഇപ്പോൾ ഈ കമ്പനിയിൽ നല്ല ഓരോ ഓപ്പർച്യൂണിറ്റിയിലേക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. സാറ് മുമ്പേ പറഞ്ഞു വന്നപ്പോൾ ഈ വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് ഇവിടെ ഒത്തിരി സർക്കാരിൻ്റെ കേന്ദ്രങ്ങളിൽ സഹായം കിട്ടിയെന്ന് പറയുന്നു. പൊതുവെ സംസാരം വരുന്നത് വ്യവസായം തുടങ്ങാൻ കൊള്ളില്ല, വ്യവസായ സൗഹൃദ കേരളമല്ല, വ്യവസായം വിട്ടുപോകണം, പ്രത്യേകിച്ച് സാബു ജേക്കബിനെ പോലുള്ള ആളുകൾ വിട്ടുപോകുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അപൂർവമായി ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു പോസിറ്റീവായിട്ട് ഇവിടുത്തെ വ്യവസായ കേരളം സൗഹൃദ കേരളമാണെന്ന് പറയുന്നുണ്ട്. എന്താണ് സാറിന് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത്? അത് താങ്കൾ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ. ഈ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ പറ്റുമെന്നും കേരളം ഏറ്റവും നല്ലതാണെന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ വാക്കുകൾ ആരും പറയുന്നില്ല, അല്ലെ ഏറ്റു പറയുന്നില്ല. അസമയം പറ്റുകയില്ല എന്നൊരാൾ പറഞ്ഞാൽ അത് ഏറ്റു പറയാൻ 100 കണക്കിന് ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും കേരളം ഏറ്റവും നല്ലൊരു വ്യവസായ സൗഹൃദ ഒരു സംസ്ഥാനമാണ്. എങ്ങനെയാണ് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ, ഒരു 80-കൾ 70, 80, 90-കളിലൊക്കെ ചിലപ്പോൾ കേരളത്തിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ റെഡിമിക്സ് തുടങ്ങിയ കാര്യം ഞാൻ തുടങ്ങാം. റെഡിമിക്സ് തുടങ്ങുമ്പം നോക്കുകൂലി പേടിച്ചിട്ടാണ് ആരും തുടങ്ങാതിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിവിടെ നോക്കൂലി കൊടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്നുള്ള എൻ്റെ ഒരു കോൺഫിഡൻസിലാണ്. നോക്കൂലി ചോദിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളത് നോക്കൂലി അപ്പോൾ പോലീസിൻ്റെ സഹായം തേടി. നോക്കൂലി ചോദിക്കുന്നതും ഇപ്പോഴും നല്ല, പണ്ടും നോക്കൂലി ചോദിക്കുന്നതും വണ്ടി തടയുന്നതും ഒക്കെ നിയമവിരുദ്ധമായിരുന്നു. പ്രശ്നങ്ങൾ വന്ന് അതിനെ നമ്മൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമം സംരംഭകൻ ഉണ്ടാക്കണം. അതിന് പകരം കേരളം ഇതിന് കൊള്ളുകയില്ല, അല്ലെങ്കിൽ ഈ നാട്ടിലുള്ളവരെല്ലാവരും മോശം ആൾക്കാരാണെന്നുള്ളൊരു ഇത് പറയുന്നതിന് പകരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം എവിടെ കിട്ടും എന്ന് തോന്നണം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഈ കമ്പനി കടം കയറി ഏറ്റവും ബുദ്ധിമുട്ട് വന്ന സ്റ്റേജാണ്. നമ്മൾ പക്ഷേ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയി നമ്മൾ പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തു. ഞങ്ങൾ ഒരു കാലത്തും രാഷ്ട്രീയമോ ബിസിനസ്സോ ഒന്നും ബാക്ക്ഗ്രൗണ്ടുള്ളൊരു ഫാമിലിയല്ല. പക്ഷേ എന്നെയൊക്കെ പോലെ സാധാരണ ഒരാൾ ചെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയതുകൊണ്ടാണ് ആ സഹായം മേടിക്കാൻ പറ്റിയത്. അപ്പം ഞാൻ ഇവിടെ തന്നെ ഒരു ഉദാഹരണം പറയാം. ഈ കമ്പനിയെ ഇവിടെ ചുറ്റുപാടുള്ള എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും, ഇലക്ട്രിസിറ്റി ബോർഡാണെങ്കിലും നമ്മുടെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, സെയിൽസ് ടാക്സ്, ഇവിടെയൊക്കെ നമുക്ക് എല്ലായിടത്തും തന്നെ നമുക്ക് പെൻഡിങ് വന്നു. കാരണം നമുക്കൊരു കമ്പനി ബുദ്ധിമുട്ടിൽ വരുമ്പം കുറച്ച് ആൾക്കാരുടെ മാത്രം പൈസ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല. അതുപോലെ PF, ESI. പക്ഷേ ഇവിടെയൊക്കെ ചെന്നൊരു നല്ല വാക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഒരു സമയത്ത് 30-35 കോടി രൂപ കടമുണ്ടായിരുന്നു. പക്ഷേ നമുക്കെതിരെ ആരും കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഒന്നൊരു ഭീഷണിപ്പെടുത്താനോ ഒന്നും മുതിരാതിരുന്നത്. ഈ റെഡിമിക്സ് പോലത്തെ ഒരു പുതിയ സംരംഭം തുടങ്ങിയ ഒരാളാണ് ഞാൻ. തുടങ്ങിയ ഒരാളാണ് ഞാൻ. ഇതൊക്കെ കേരളത്തിൽ തന്നെയാണ് തുടങ്ങിയത്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞാൻ ഒരിക്കലും ഇത് കേരളത്തിൻ്റെ പരാജയമാണെന്ന് പറഞ്ഞില്ല, അല്ല കേരളത്തിൽ ബിസിനസ് നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നില്ല. എൻ്റെ ബിസിനസ് മോഡലിൻ്റെ പ്രോബ്ലമാണ്. അപ്പം കേരളം ഒരു നല്ല വ്യവസായ സൗഹൃദമായ ഒരു സ്ഥലമാണ് എന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും വീണ്ടും പറയാനും എനിക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരോട് പ്രത്യേകം പറയാനുള്ളത്, ഇത് വ്യവസായ സൗഹൃദ കേരളമാണ്, ധൈര്യമായി കേരളത്തിലേക്ക് കടന്നു വരാമെന്നാണ് അലക്സ് തോമസ് ബഹുമാനപ്പെട്ട അദ്ദേഹം പറയുന്നത്. കുടുംബം സാറിനോട് സപ്പോർട്ട് ചെയ്ത് നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അല്ല, തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ കുടുംബത്തിനെ നമ്മുടെ കൂട്ടത്തിൽ നിർത്താൻ പറ്റും. പക്ഷേ ഞാൻ നിർത്താൻ ശ്രമിച്ചതിനേക്കാൾ കൂടുതൽ അവരെ എൻ്റെ കൂട്ടത്തിൽ നിന്നു. അത് എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി അല്ല, ബാക്കി എൻ്റെ സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ മക്കൾ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നുന്നു ഇത്രയും പേരുടെ സഹായം നമുക്ക് മേടിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നത് എപ്പോഴും സംരംഭകൻ്റെ കുടുംബമായിരിക്കും.
അത് ആ ഒരർത്ഥത്തിൽ കുടുംബത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഞങ്ങൾ അതിൻ്റെ കൂടെ നിന്നു. എത്ര ബുദ്ധിമുട്ടിൽ കൂടി പോയിക്കൊണ്ടിരുന്നപ്പോഴും കമ്പനിയിലെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലോ കമ്പനിയുടെ ഹൈജീൻ്റെ കാര്യത്തിലോ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലോ ഞങ്ങളൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. വളരെ ബുദ്ധിമുട്ടിൽ കൂടി പോകുമ്പോഴും അതെല്ലാം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ആ ഹൈജീനിലും പ്രോഡക്റ്റ് ക്വാളിറ്റിയിലും ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഇന്നിപ്പം ഇത്രയും കമ്പനികൾ ഇവിടെ വന്ന് ധൈര്യപൂർവ്വം ബനാന എടുക്കുന്നത്. സാധാരണ രീതിയിൽ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ 30 ദിവസം 60 ദിവസമൊക്കെ ക്രെഡിറ്റ് മേടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കെല്ലോഗ്സും റിലയൻസൊക്കെ പോലുള്ള കമ്പനികൾ അഡ്വാൻസ് തന്നിരുന്നു, അല്ലെ ഫ്ലിപ്കാർട്ട് പോലെ. നമ്മുടെയൊക്കെ ചിന്താഗതിയുണ്ട് മൾട്ടിനാഷണൽസൊക്കെ നമ്മളെ ചൂഷണം ചെയ്യാൻ വരുന്നവരാണെന്ന്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ, ഈ പ്രോഡക്റ്റ് അവർക്ക് വേണ്ടതുകൊണ്ടും കൂടി ആയിരിക്കാം, പക്ഷേ അവരുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്നിരുന്നു എന്നുള്ളതാണ് നമുക്കുണ്ടായ വലിയൊരു അനുഭവം. ഇപ്പോൾ സാറിൻ്റെ പുതിയ ലക്ഷ്യം എന്താണ്? തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ പ്രൊഡക്ഷൻ സ്റ്റെബിലൈസ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ. ഇപ്പോൾ തന്നെ ഞങ്ങൾ നമ്മുടെ കപ്പാസിറ്റിയുടെ ഒരു 60% ആയി കഴിഞ്ഞു. ഇനി അടുത്ത ഒരു 3 മാസത്തിനകം ഞങ്ങളുടെ ബ്രാൻഡ് റീലോഞ്ച് ചെയ്യണം. ബനാന ചിപ്സ് ആണോ ടപ്പിയൊക്കെയാണ്? രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറിയ ഫോർമാറ്റ് മുമ്പേ പറഞ്ഞ പോലെ പാക്ക് സൈസോ, അല്ലെങ്കിൽ നേരത്തെ ഞങ്ങൾ കൂടുതലും ക്രിങ്കിൾ കട്ടായിരുന്നു. ഇപ്പോൾ ബനാന കസാവ ചിപ്സ് നമ്മൾ പ്ലെയിൻ ആയിരിക്കും, ബനാന കൂടുതൽ പ്ലെയിൻ ആയിരിക്കും. അപ്പം ഈ ക്വാളിറ്റിയിലും ഈ ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഏക കമ്പനിയാണ് ഞങ്ങൾ. ബനാന തൊട്ട് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് വരെ എല്ലാ പ്രോഡക്റ്റിനും അതിനനുസരിച്ച് ടെസ്റ്റുകൾ. ഇപ്പം റോ ബനാന ആണെങ്കിൽ പോലും അതിനൊരു 7-8 ടെസ്റ്റുകൾ എന്താണെങ്കിലും നമ്മൾ ലാബിൽ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മളത് പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്. അല്ലാത്ത പ്രോഡക്റ്റൊക്കെ നമ്മൾ റോ മെറ്റീരിയലിൽ തന്നെ റിജക്റ്റ് ചെയ്യും. അതേപോലെ FGയിൽ വരുമ്പോഴാണെങ്കിലും ഒരു 10-15 ടെസ്റ്റുകൾ എന്താണേലും ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ എടുക്കുന്ന കമ്പനികളിൽ കൂടുതൽ കമ്പനികളും നോർത്ത് ഇന്ത്യയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഇന്ത്യയും എസ്പെഷ്യലി കേരളവും വലിയൊരു അവസരമാണ്. വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഈ ലൈനിൽ തന്നെ വേറെ ആലോചിക്കുന്നുണ്ടോ, പറ്റുന്നുണ്ടോ? നമ്മുടെ മുറുക്ക് മിക്സ്ചർ, അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആണ്. നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, ഈ ഏരിയയിലെ ടേസ്റ്റിൽ നമുക്ക് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അതൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റായിട്ട് ഈ ഒരു ക്വാളിറ്റിയും ഹൈജീൻ, തങ്ങളെ ഫാക്ടറി കണ്ടിട്ടുള്ളതുകൊണ്ട് അറിയാം, ഇത്രയും ഹൈജീനിക്കായിട്ടും ഇത്രയും ശ്രദ്ധയോടും കൂടി ഉണ്ടാക്കുന്ന ഫാക്ടറികൾ കേരളത്തിൽ അധികം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് മറ്റ് പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്, UAE പോകുന്നുണ്ട്, സൗദി അറേബ്യ പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓസ്ട്രേലിയ, കാനഡ, നമ്മുടെ വാൾമാർട്ട് കാനഡ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത മാസം അവസാനം അവർ നമ്മുടെ ഫാക്ടറി ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുമാണ്, അഭിമാനവുമാണ്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ബനാന ചിപ്സ് നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ പറ്റുക എന്നുള്ളത്. സാറിൻ്റെ ഈ പ്രവർത്തനമല്ലാതെ സർക്കാരിൻ്റെ മേഖലകളിലൊക്കെ ചിലപ്പോൾ, അതായത് കൊച്ചി മൊബിലിറ്റി ഹബ്ബ് പോലെ ചില കാര്യങ്ങളിലൊക്കെ സാറിൻ്റെ കോൺട്രിബ്യൂഷൻ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റും? അല്ല, തീർച്ചയായിട്ടും ഞാൻ ഈ കമ്പനി തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് എറണാകുളത്ത് നമ്മുടെ മൊബിലിറ്റി ഹബ്ബ് വന്നതിലൊരു കാര്യമായൊരു പങ്ക് വഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ ആദ്യത്തെ പ്രപ്പോസൽ അതൊരു എന്താണ് ബസ് ടെർമിനൽ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഞാനന്ന് കൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഒരു സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറും അതിൻ്റെ ഒരു ടാസ്ക് ഫോഴ്സിൻ്റെ ചെയർമാനുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നടന്ന പല ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു ഒരു കൺസൾട്ടൻറ്റിനെ കൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിച്ചു. അതിലാണ് ഇവിടെ ഒരു മൊബിലിറ്റി ഹബ്ബ് സ്ഥാപിക്കാമെന്നുള്ളൊരു ആശയം വന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ കാര്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റി. അങ്ങനെയാണ് ആ പ്രോജക്റ്റ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വന്നൊരു പ്രോജക്റ്റാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഉണ്ടായി എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു പ്രയോജനം, നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം നമുക്കും തിരിച്ച് പ്രയോജനം വരും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ് ശ്രീ കൊച്ചൗസേ ചിറ്റിലപ്പള്ളി, ശ്രീ CJ ജോർജ് തുടങ്ങിയ ആൾക്കാർ ഈ കമ്പനിയിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ അവരുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കമ്പനിക്ക് ആദ്യം ഒരു നല്ല പേരുണ്ടാക്കാൻ തീർച്ചയായിട്ടും നമ്മളെ വളരെയധികം സഹായിച്ചു. അതുപോലെ ഇതിൻ്റെ പുറകിൽ ഞങ്ങളുടെ പ്രവർത്തനം കണ്ട അന്ന് കളക്ടറായിരുന്ന ഡോക്ടർ ബീന, ഇങ്ങനെ പലരും ഇതിൻ്റെ പുറകിൽ ശ്രീ TK ജോസ്, ഇങ്ങനെ പലരും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു സമയത്ത് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പം ഇവരൊക്കെ നമ്മുടെ എന്താണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച ഒരാളാണല്ലോ, അതുകൊണ്ട് അലക്സിനെ ഞങ്ങൾ സഹായിക്കണമല്ലോ എന്നുള്ള ചിന്തയിൽ അവരൊക്കെ എല്ലാ കാലത്തും നമ്മുടെ കൂട്ടത്തിൽ നിന്നിരുന്നു. അല്ലെ നമുക്ക് അവർക്ക് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്ന് കാണുമ്പോൾ ഒരു ശുഭ പര്യവസാനത്തിൻ്റെ അല്ലെങ്കിൽ ശുഭ ആരംഭത്തിലേക്ക് കടക്കുന്നു എന്ന് വീണ്ടും പറയാം. കാരണം എല്ലാ ബാധ്യതകളും മാറ്റിക്കൊണ്ട് ടിയാര ഫുഡ്സ് അല്ലെങ്കിൽ ഈ കമ്പനി നാളെ വലിയ ഉയരങ്ങളിലേക്ക് ഉയരാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ വീടുന്നതിൻ്റെ വഴികളെല്ലാം മനസ്സിലായി, വീഴ്ചകളുടെ കുഴപ്പങ്ങൾ എന്താണ്, എവിടെ നിന്നാണ് വീഴ്ച ഉണ്ടായെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി അളന്ന് നോക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വലിയൊരു ജനപിന്തുണ അല്ലെങ്കിൽ വലിയൊരു മിഷണറിയുടെ പിന്തുണ സാറിന് പിന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നാളെ
വലിയ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ടിയാര ഫുഡ്സ്, അതിനോടൊപ്പം തന്നെ അതിൻ്റെ മറ്റ് പ്രോഡക്റ്റുകളും. അതോടൊപ്പം തന്നെ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ അപേക്ഷ ഒരിക്കലും കപ്പയെ കൈവിട്ട് കളയരുത്. കപ്പ ഈ നാടിൻ്റെ ഐശ്വര്യമാണ്, ഏത്തയ്ക്ക പോലെ തന്നെ. തീർച്ചയായിട്ടും. ഓക്കെ, നന്ദി, നമസ്കാരം.